അങ്ങനെ ജാസി എന്ന പുരുഷന് 8ന്റെ പണി കിട്ടുകയാണ്. അതായത് പർദ്ദയിട്ട ഈ പുരുഷൻ ഉടൻ തന്നെ ആണാവണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഞാൻ നിങ്ങളല്ല പറയുന്നത്, സുപ്രീം കോടതിയാണ് ഇടപെട്ടത്. അതിന്റെ വീഡിയോ ക്ലിപ്പ്, അതായത് ആ കേസിനെ കുറിച്ച് വിശദമായി ഒരു യുവാവ് പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാനിപ്പോൾ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് ജാസിക്ക് മാത്രമല്ല, ആരൊക്കെ ആണായി ജനിച്ചതിന് ശേഷം 10-25 വർഷം ജീവിച്ചിട്ട്, ആണായി ജീവിച്ചിട്ട് പിന്നെ പെണ്ണായി ആരൊക്കെ ജീവിച്ചോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാദിറ മെഹ്റിൻ മുതൽ ജാൻമണി മുതൽ ജാസി എന്ന് പറയുന്ന ഈ പർദ്ദയിട്ട പുരുഷനുണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കുമാണ് പണി കിട്ടിയത്. ഉടൻ തന്നെ ആണാവണം, തിരിച്ച് ആണാവണമെന്നാണ് ഉത്തരവ്. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ജാസി ഇങ്ങനെ മറ്റേ ലൈസൻസ് കാണിക്കുന്നുണ്ട്, ഞാൻ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഉമ്മ പറഞ്ഞാൽ എനിക്ക് 36 വയസ്സായതാണ്. എനിക്ക് 34, എനിക്ക് 31 വയസ്സാണ്. ഞാൻ 1995 ജനിച്ചതാണ്. എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സിൽ ജനിച്ചാണ്. ഒരു മിനിറ്റ്, എൻ്റെ ID കാർഡ് തന്നിട്ടുണ്ട്. ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ. എന്റെ ലൈസൻസ് ആണ്. ഇതിലിതാ കാണുന്നുണ്ടോ, 19/1/1993. ഇതാ ജാസിൽ PV. ഇതിന്റെ ലൈസൻസ് കാർഡാണ്. മനസ്സിലായ എന്റെ വയസ്സ് എത്രയാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരിക്കലും എവിടെയും നുണ പറഞ്ഞില്ല. ഞാൻ നുണ പറഞ്ഞിട്ട് എവിടെയും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. എടി, എന്തിനാണ് മറ്റേ ആ ഫോട്ടോക്ക് ഇങ്ങനെ കൈവച്ചത്? നീ ജസീലാണടി, നീ ഒരു ആണാണടി വൃത്തികെട്ടവളെ. നീ ആണല്ലേ എടി? നീ ആണായിട്ട് ഒരുത്തിനെ കെട്ടിയില്ലേടി? കെട്ടിയിട്ട് നീ അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ടില്ലേടി? അതിനുശേഷം നിനക്ക് അവളായിട്ട് ഹണിമൂണൊക്കെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ നിനക്ക് പെണ്ണാവണത്ര വൃത്തികെട്ടവള്. ഓക്കെ, ഇവൾക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച്, ആ ഒരു വാർത്തയെക്കുറിച്ച് ഒരു യുവാവ് വിശദമായി പറഞ്ഞിരുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരെ, അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് കേട്ടു നോക്കാം. കേട്ടില്ല നിങ്ങളെ? എന്തിനാ ഇപ്പൊ BJP-നോട് ഇപ്പൊ കഷ്ടപ്പെട്ട് ഗോ ബാക്ക് എന്നറിയണ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? എന്നാ കേട്ടോ. കൊടമണി ടീമിന് കംപ്ലീറ്റ് പ്രശ്നയിക്കുക. സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിക്കണു. എന്താ അറിയോ? ജാസി പൂർണ്ണവതിയായി, അറിയില്ലേ? ആ പൂർണ്ണവതിന്നില്ലേന്ന് പൂർണ്ണവതനാകാൻ പോവുകയാണ്. ഇവർക്കെതിരെയുള്ള ഒരു ബില്ല് പാസ്സായിക്കണു. എന്ത്? ഈ ട്രാൻസ്ജെൻഡറായി നടക്കുമ്പോ അവർക്കുള്ള ആനുകൂല്യങ്ങളും പരിഗണനയൊക്കെ ഗവൺമെന്റിന്റെ വക തന്നെയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവർക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൂടി. അതായത് പെട്ടെന്ന് ജാസിനെ പോലെ നേരം വെളുത്ത് നീച്ചിട്ട് ഞാൻ പെണ്ണായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു. ഓർക്കൊക്കെ നല്ല പിടി വീണുക്കണു. ഇപ്പോ നല്ല പിടി എന്ന് പറഞ്ഞ പോലെ നല്ല പിടി. ബില്ല് പാസ്സായി. എന്താണ് ഇപ്പൊ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവർക്കൊന്നും ഇനി ഈ ട്രാൻസ്ജെൻഡറാന്നും പറഞ്ഞിട്ട് നടക്കാൻ ഇനി പറ്റൂല. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും. ഇനി സുപ്രീം കോടതി തന്നെ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് ഒരു റീസൺ വേണം. എന്ത്? താഴത്തത് അങ്ങോട്ട് മുഴുവൻ കട്ട് ചെയ്യണം. ഏത്? ജാസിയൊക്കെ കാട്ടിയ മാതിരി കുറച്ച് ജെല്ല് വാങ്ങി തേച്ചിട്ട് ചുരിദാറിട്ട് നടക്കുന്നതല്ല. ഇപ്പൊ കറക്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ നിയമം വേണമെന്ന് ഇതിന് 2-3 വകുപ്പാക്കി തിരിച്ചുകൊള്ളും. അതിലൊന്നെന്ന് പറഞ്ഞാൽ ജന്മന ഇങ്ങനെയുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ സർജറി ആര് ചെയ്യുന്നോ ഓലിക്കും ഒരു പരിഗണന ഉണ്ട്. അല്ലാത്തവർക്കും ഒന്നുമില്ല. അതായത് അതും എങ്ങനെ അറിയോ? എത്ര വർഷത്തിന്റെ മുമ്പാണ് ചെയ്തതെന്നുള്ളത് അവര് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ആ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ മുന്നിൽ നിൽക്കണേ നമ്മളെ നയൻതാരൊക്കെ ചെയ്തിട്ട് കൊല്ലത്തിലേക്കണോ അറിയോ? അവരെ പോലും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഉണ്ടോ? ഏത്? ഒരു പെണ്ണും കെട്ടി, എന്താ പറയാ, 2ാം പുതിയപ്പളിയും കഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞ് ഓളെ പിന്നാലെ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പെണ്ണാന്നും പറഞ്ഞിട്ട് ഒരു ചുരിദാറിട്ട് വന്ന ഇവന്റെയൊക്കെ കാര്യം കഴിഞ്ഞു. ഇവൻ കുറച്ചു മുമ്പ് ഒരു വക്കീലിനായിട്ട് വന്നില്ലേ? എന്ത്? റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും കർശന നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇനി നടക്കാൻ പോണില്ല. ഇവഞ്ഞിപ്പോ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്തോ തേജോവധോ എന്തോ ഒരു വധം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇനി ഏൽക്കൂല. അതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? ഇതാണ്. ഈ ബില്ല് പാസ്സായതോടുകൂടെ ഇവരൊക്കെ ഇന്ന് പുറത്തായി. ഇവരുടെ ഈ തെമ്മാടിത്തരങ്ങൾക്ക് ഒരു അറുതി വീഴുകയാണ്. കാരണം എന്താ അറിയോ? ഈ ട്രെയിനിലൊക്കെ ഉണ്ടല്ലോ എത്ര യാത്രക്കാർ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ടാ ഇവരെ പോലത്തെ ആളുകൾ കാരണം. സലീം കുമാർ മറ്റേ ഇതില് പറയില്ലേ, മറ്റേ കള്ളനായിന്റെ മോനെ ഒരു പണിയെടുത്ത് ജീവിക്കാനും മനുഷ്യനെ സമ്മതിക്കൂല അറിയില്ലേ?
ആ ഇറ്റാണ്. എങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇവനൊക്കെ തോന്നുകയാണ് ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണെന്ന്. ഓനും ഇടുകയാണ് ചുരിദാറും സാരി. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ കൊട്ടും കൊട്ടിയിട്ട് ഓൺ ഇറങ്ങുകയാണ്. അത്രക്കാർക്കൊക്കെ നല്ല പണിയാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കി. എന്താ എന്താ എന്താടോ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടില്ലേ? ഞങ്ങൾ സിഗരറ്റിലും കള്ളുടിക്കുക ചോദിക്കാൻ താനാരാ? ഏയ് ആഷി, ഞാൻ ഡീൽ ചെയ്യാം. എന്താ ചേട്ടാ, ചുമ്മാ പ്രശ്നമാക്കാണ്ട് പോവാൻ നോക്ക്. അല്ല ഇജാ കുറ്റിപ്പോത്ത അഷർപ്പിന്റെ മോളല്ലേ? അസർപ്പിന്റെ മോളല്ല, അസർപ്പിന്റെ മോനെ. ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് വന്നുള്ളൂ. സംഭവം അസർപ്പിന്റെ മോൻ തന്നെ, സംശയമൊന്നുമില്ല. ഈ ചുരിദാർ പയച്ചേക്കും. പഴയമാരില്ല കളിയൊന്നും നടക്കൂല. കാരണം എന്താ പറയുക, ചുരിദാറിനൊക്കെ കെട്ട് വീഴുകയാണ്. ഇവനൊക്കെ ഈ ക്യാമറയുടെ മുമ്പിൽ ഡീസന്റ് ആകണ മാതിരിയാ നിങ്ങളെ വിചാരം? ഇവന്റെ ഒക്കെ തൊള്ളിന്ന് വീണ തെറിക്ക് കണക്കില്ല. ഇവ ഉണ്ടായിരുന്നപ്പോ 2 ദിവസം മുമ്പ് പെരുന്നാക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടിരുന്നു നിങ്ങള്? ഇല്ലെങ്കിൽ അതൊന്നാണ് കണ്ടോ. അതും കൂടി ഒന്ന് കണ്ടാക്കാണി. എന്താ ചെറിയൊക്കെ ₹600 तनख्वाह वाले सैनिक के लिए अपना सब कुछ छोड़ा ही माना। സോറി ഓക്കെ, നല്ല ചൂടാണ്, അതുകൊണ്ട് ഒരു പെപ്സി കുടിച്ചു. ഓക്കെ, ഇവൾക്ക് 8ന്റെ പണി, അതായത് വൃത്തികെട്ട രീതിയിൽ നടന്നിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഈ വൃത്തികെട്ടവള്. അതായത് ദുബായിലേക്കൊന്നും ഈ വൃത്തികെട്ടവൾക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അവിടെ വേഷം മാറി എന്ന പേരിൽ വർഷത്തോളം ജയിലിൽ, ഒരു പക്ഷെ തല അടക്കാൻ പോകും. ഓക്കെ, ഈ വൃത്തികെട്ട നായ്ക്കൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വേഷം മാറുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ജാസി എങ്ങനെയാണ് ബ്രോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, ജാസി എന്നല്ല ആ പുരുഷൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവന്റെ സമ്പത്ത് എന്താണെന്ന് കുറെ പേര് കമന്റ് ഇട്ട് പറയലുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ തരാം. ഈ വൃത്തികെട്ട തെമ്മാടികളുണ്ടല്ലോ, ആഷി എന്ന് പറയുന്ന നായി ഉണ്ടല്ലോ, അവനെ നായി എന്നേ വിളിക്കാം നമുക്ക്. ഓക്കെ, ആ നായിക്ക് പണിയെടുക്കാൻ സന്യാണ്. അങ്ങനെ ഈ ഇജിട 9 ഉണ്ടല്ലോ, അതായത് ആണുമല്ല പെണ്ണുമല്ലാത്ത ഈ ജാസി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിന്റെ ഒക്കെ പോയി കഴിഞ്ഞാല് ഇവന് പണിയൊന്നും എടുക്കണ്ട. എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനം, കട ഉദ്ഘാടനം, അല്ലെങ്കിൽ ഈ വൃത്തികെട്ട തെമ്മാടിന്റെ ഒക്കെ ഈ പുരുഷനുണ്ടല്ലോ, ഈ പുരുഷന്റെ ഒക്കെ എന്തെങ്കിലും ഒരു റീൽ അപ്ലോഡ് ചെയ്താൽ മതി, അപ്പോൾ പൈസ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനത്തിൽ നിന്നാൽ മതി, പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ വൃത്തികെട്ട തെമ്മാടി ജീവിക്കുന്നത്. ഓക്കെ, നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ടവൻ. ആശിയോട് ഒരു കാര്യം പറയാം, എടാ ആശി, എത്ര കാലം നീ ജീവിക്കും വൃത്തികെട്ടവനെ? നിനക്ക് 8ന്റെ പണി കിട്ടി, അതറിയൂലേ നിനക്ക്? ആ 9ന്റെ കൂടെ ഇനി നിനക്ക് ജീവിക്കാൻ പറ്റൂല, മനസ്സിലായടാ? നാണവും മാനവും ഇല്ലാത്ത ആഷിഖിന്റെ നാട്ടുകാരുടെ ഒരു കാര്യം പറയുകയാണ്, ഇവനെ നിങ്ങൾ തല്ലണം, ഇവനെ കല്ലെറിയണം നിങ്ങൾ. അവൻ ജീവിക്കുന്ന ഒരു ആണിന്റെ കൂടിയാണ് വൃത്തികെട്ടൻ. അവന് നാണമുണ്ടോ? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ അവൻ ആരെന്നാണ് അവന്റെ വിചാരം? അവന്റെ വായിൽ നിന്ന് എന്തൊക്കെ വീഴുന്നുണ്ട് ആശയെ. ഓക്കെ, നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട തെമ്മാടികൾ നമുക്ക് പറയാം. ഓക്കെ, നായ്ക്കൾ നമുക്ക് പറയാം. ഇനിയിപ്പോ ജാൻമണി, നാദിറ, മഹറിന്, ഈ നായ്ക്കൾ എല്ലാം മൊത്തത്തിൽ എല്ലാം ഒരു ആണായിട്ടാണ് ജനിച്ചത്. എല്ലാത്തിനും ഇടയ്ക്കൊരു പെണ്ണാവനൊരു ആഗ്രഹം. അതാകട്ടെ ഒരു ചെറുപ്പത്തിലായെങ്കിൽ പ്രശ്നമില്ല, ഒന്ന് കെട്ടിയിട്ട് അവളുമായിട്ട് എല്ലാ സുഖവും ആസ്വദിച്ചതിന് ശേഷം മരിക്കാൻ പോകുന്ന കിളവന്മാരാവുന്ന സമയത്താണ് ഈ നായ്ക്കൾക്ക് ആണാവുന്ന ഒരു ധൈര്യം. ഒരു കാര്യം സുപ്രീം കോടതിയോട് കൈ കൊടുക്കുകയാണ്, BJP കൈ കൊടുക്കുകയാണ്. അതായത് ഇതൊക്കെ നല്ല നല്ല പ്രവൃത്തിയാണ് BJP. ഇത് BJP ആണ് ചെയ്തത് എന്നാണ് കേൾക്കുന്നത്. BJP ഇവർ തെറിവിളിക്കുന്ന ഒരു രംഗം നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സുഖല്ലേ? അറിഞ്ഞില്ലേ നിങ്ങളെ? ഇല്ല അല്ലേ? നദ്ദൊന്നത് കണ്ടോ? കേട്ടില്ല നിങ്ങളെ? എന്തിനാ BJP ഗോ ബാക്ക്. അങ്ങനെ നരേന്ദ്രമോദിയെ കൊണ്ട് ആദ്യമായിട്ട് നമുക്ക് വലിയൊരു ഉപകാരമായി നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുകയാണ് ഇത്തരത്തിൽ. അതായത് ഒരു കാര്യം കൂടി പറയാൻ പൊന്നു പ്രേക്ഷകരെ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയ അന്ന് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ആണും പെണ്ണും മതി.
അതായത് ഇപ്പോൾ ലെസ്ബിയൻ ആദില നൂറയൊക്കെ ഉണ്ടല്ലോ, പെണ്ണും പെണ്ണും ജീവിക്കുന്നു, അതൊക്കെ ഇനി അമേരിക്കയിൽ വേണ്ട. ഇവിടെ വന്നെങ്കിൽ ആണിനെ പെണ്ണ് കെട്ടിക്കോട്ടെ, പെണ്ണിനെ ആണ് കെട്ടിക്കോട്ടെ, അല്ലാതെ ആണ് പെണ്ണാവല്, പെണ്ണും പെണ്ണും കെട്ടല് ഇങ്ങനെയുള്ളത് ഇനി അമേരിക്കയിൽ വേണ്ട എന്നാണ് നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുകയാണ്. നരേന്ദ്രമോദിയും ആ നല്ല തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി നമ്മുടെ മോദി ഇനി നിരോധിക്കേണ്ടത് ആദില നൂറ എന്ന വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന അവറ്റകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. 8ന്റെ പണിയാണ് ഇവിടെ ജാസിക്കും ആഷിക്കും കിട്ടിയത്. പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ. ഓക്കെ.